ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ഇഗ്നോയുടെ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ നമുക്കറിയാം BHIC 110 അല്ലെ, BHIC 110 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അപ്പോൾ ഇഗ്നോയില് നമ്മൾ ഓൾറെഡി തേർഡ് ഇയറിലുള്ളതും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലുള്ളതൊക്കെ കുറച്ച് പാഠങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കുട്ടികളാണെങ്കിൽ ഇത്രയും വേഗം കയറി കാണുക. അതുപോലെ തന്നെ നോട്ടുകൾ എഴുതിയെടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേണമെന്നുള്ള ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായി നമുക്ക് തോന്നുന്ന ഒരു 5-6 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമുക്ക് ഒത്തിരി പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇഗ്നോ ഡിഗ്രി ആണ്, അറിയാമല്ലോ. അപ്പോൾ ഇച്ചിരി തീരെ നമ്മൾ ഷോർട്ട് ആക്കാനും പാടില്ല, എന്നാൽ പിന്നെ നമ്മൾ തീരെ വലിയൊരു രീതിയിൽ പഠിച്ചെടുക്കുകയും വേണ്ട എന്നുള്ളത്. വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ഒരു ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ഇതിന് ഒരുപാടുണ്ട്, ഇത് മൊത്തവും പഠിച്ചെടുക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യമല്ല. കാരണം അത്രയും നമ്മൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വേണം എന്നുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. അല്ലാതെ ഈ ടെക്സ്റ്റിൽ ഏതാണ്ട് ഒരു 20 പേജോളം അല്ലെങ്കിൽ 28 പേജോളം ഒക്കെ നമുക്ക് ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്. അത്രയും നമുക്ക് പഠിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അതിന്റെ ആ ഒരു ബ്രീഫ് ആയിട്ടുള്ള സമ്മറി 5 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഈ ചാപ്റ്ററിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കടക്കാം, വീഡിയോയിലോട്ട് പോകാം. ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി, സൊസൈറ്റി ആൻഡ് ഇക്കണോമി ഇൻ മിഡ് 18th സെഞ്ചുറി. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, BHIC 110 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം 1757 ആൻഡ് 1857. അതിന്റെ അർത്ഥം എന്താണ്? 1757-നുള്ളിലും 1857-നുള്ളിലും എന്തൊക്കെയോ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? 1757-ലും 1757-ലും 1757-ന്റെ കാര്യം അറിയാലേ, റിവോൾട്ട് അല്ലെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ. അപ്പൊ ഇതിനുള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലായി? അപ്പൊ ഈ ടെക്സ്റ്റ് മൊത്തവും നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ കാലയളവിനുള്ളിൽ, ഈ ഷോർട്ട് പീരീഡിനുള്ളിലുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയോ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ആണ് നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഷോർട്ട് ആക്കി പഠിക്കാൻ കണക്കിന് ഞാൻ കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് സെക്ഷനിലോട്ട് എന്ത് ചെയ്യുക, സമീപിക്കുക. അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്നിട്ട് നോട്ട് വേണമെന്നുള്ളൊരു കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം. 18th സെഞ്ചുറി എ ഡാർക്ക് ഏജ് എന്ന് പറയുന്നുണ്ട്. 18th സെഞ്ചുറി ഡാർക്ക് ഏജ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡിക്ലൈൻ ഓഫ് ദ മുഗൾ എംപയർ. മുഗൾ എംപയറിന്റെ പതനം എങ്ങനെയൊക്കെയായിരുന്നു? എമർജൻസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയണൽ പൊളിറ്റിക്സ്. അതുപോലെ തന്നെ 18th സെഞ്ചുറിയിലെ ഡാർക്ക് ഏജ് എന്ന് പറയാൻ കാരണം പിന്നെ ദ റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ. ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ട്രഡീഷണൽ വ്യൂ ഓഫ് ദ 18th സെഞ്ചുറി. ട്രഡീഷണൽ വ്യൂ ഓഫ് ദ 18th സെഞ്ചുറി, 18ാം നൂറ്റാണ്ടിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? ഹിസ്റ്റോറിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡാർക്ക് ഏജ് മാർക്ക്ഡ് ചാവ്സ് ആൻഡ് അനാർക്കി. അതായത് ഹിസ്റ്ററി പരമായിട്ട്, ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഡാർക്ക് ഏജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഡാർക്ക് ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇരുണ്ട യുഗമായിട്ടാണ് ഹിസ്റ്റോറിയൻസ് ഇതിനെ കണക്കാക്കുന്നത്. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം. മനസ്സിലാവുന്നുണ്ടോ? 18th സെഞ്ചുറി എന്ന് പറയുന്നത് ഒരു ഇരുണ്ട യുഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇരുണ്ട യുഗം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? വലുതായിട്ടൊന്നും എന്തില്ല, അഡ്വാൻസ്മെന്റോ ബെനിഫിറ്റ്സോ ഒന്നും ഇല്ലാത്ത ഒരു ഡാർക്ക് ഏജ് ആയിട്ട് കണക്കാക്കുന്നു. കൊളാപ്സ് ഓഫ് ദ മുഗൾ എംപയർ ആൻഡ് ഫെയിലിയർ ഓഫ് ദ റീജിയണൽ പവേഴ്സ് ടു എസ്റ്റാബ്ലിഷ്. പ്രത്യേകിച്ച് എന്താണ്? മുഗൾ എംപയറിന്റെ, മുഗൾ സാമ്രാജ്യത്തിന്റെ ഫെയിലിയർ പരാജയമാണ് ഈ ഒരു ഡാർക്ക് ഏജിന് കാരണമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. ഓക്കെ, 2 പോയിന്റ് ഏതൊക്കെയാണ്? ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുവാണെങ്കിൽ 18th സെഞ്ചുറി എന്ന് പറയുന്നത് ഡാർക്ക് ഏജ് ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ മുഗൾ എംപയർ ഫെയിലിയർ. ഓക്കെ, അടുത്ത സ്റ്റെബിലിറ്റി ആട്രിബ്യൂട്ട് സ്പ്രെഡ് ഓഫ് ബ്രിട്ടീഷ് സുപ്രമസി ലേറ്റ് 18th സെഞ്ചുറി. ഈ 18ാം നൂറ്റാണ്ടായപ്പോൾ തന്നെ ആര് വരികയാണ്? ഇവിടെ ബ്രിട്ടീഷ് സുപ്രമസി ഉടലെടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഈ സമയത്തൊക്കെ ഒത്തിരിയായിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായി. ഇതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്തുകൊണ്ടാണ് ഡാർക്ക് ഏജ് എന്ന് പറയാൻ കാരണം? മുഗൾ എംപയറിന്റെ ഫെയിലിയർ. പിന്നെ എന്താണ് നമ്മൾ നോക്കിയത്? ഡാർക്ക് ഏജ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? മുഗൾ എംപയറിന്റെ ഫെയിലിയർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെബിലിറ്റി ആട്രിബ്യൂട്ട് ടു സ്പ്രെഡ് ഓഫ് ബ്രിട്ടീഷ് സുപ്രമസി, ബ്രിട്ടീഷുകാരുടെ ആധിപത്യം. പിന്നെ അടുത്തത് ബ്രിട്ടീഷ് നറേറ്റീവ് എംഫസൈസ്ഡ് ആൻഡ് പെർസ്പെക്റ്റീവ് ഹൈലൈറ്റ്സ് ദെയർ റൂളേഴ്സ് ആൻഡ് ബെനിഫിഷ്യറി. റൂളേഴ്സ് എല്ലാം എങ്ങനെയായിരുന്നു? അവരുടേതായ രീതികൾ ആർഭാട ജീവിതവും ലക്ഷറി ലൈഫൊക്കെ ജീവിക്കാനായിട്ട്
തീരുമാനിച്ചു. അതും എന്തിന്റെ കാരണമാണ്? ഒരു ഡാർക്ക് ഏജ് എന്ന് പറയാനായിട്ട് 18th സെഞ്ചുറിയുടെ മിഡ് എങ്ങനെ ഡാർക്ക് ഏജ് എന്ന് പറയാനായിട്ട് കാരണമായി. മനസ്സിലാവും? ബ്രിട്ടീഷ് നാരേറ്റീവ് പറയുന്നു എംഫസിസ് പെർസ്പെക്റ്റീവ് ഹൈലൈറ്റ് ദ റൂളേഴ്സ് ബെനിഫിഷ്യൽ. റൂളേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? സ്വന്തം കാര്യം ജനങ്ങളുടെ പീപ്പിൾസിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതാണ് ഒരു ഓവറോൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കി, ക്രിട്ടിക് ഓഫ് ട്രഡീഷണൽ വ്യൂ. മുഗൾ ഇൻഫ്ലുവൻസ് വാസ് നോട്ട് ആൻ എക്സ്റ്റെൻസീവ് പ്രൊഫൈഡ് പ്രീവിയസ്ലി ബിലീവ്ഡ്. മുഗൾ ഇൻഫ്ലുവൻസ് മിക്കവരും പറയുന്നുണ്ട് മുഗളന്മാർ എന്താണ് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ സ്വാധീനം വളരെ കുറവായിരുന്നു. മെനി റീജിയൻസ് പർട്ടിക്കുലർ ടു ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് സോഷ്യൽ ഗ്രൂപ്പ്സ് റിമെയിൻഡ് ഔട്ട്സൈഡ് മുഗൾ കൺട്രോൾ. മറ്റ് എല്ലാ സ്ഥലങ്ങളും മെനി റീജിയൻസ് പ്രാദേശികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്, ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പൊക്കെ മുഗളുടെ കൺട്രോളിലായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? മുഗളന്മാർ പിടിച്ചടക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് ട്രഡീഷണൽ വ്യൂവിൽ പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കി ട്രഡീഷൻ ഓഫ് 18th സെഞ്ചുറി നമ്മൾ നോക്കിയപ്പോൾ ഡാർക്ക് ഏജ് എന്ന് പറയുന്നുണ്ട്, അരാജകത്വം നിലനിന്നിരുന്നു. മുഗൾ എംപയറിന്റെ ഫെയിലിയർ കാരണം നമ്മൾ എന്തെന്ന് പറയുന്നു, ഡാർക്ക് ഏജ് എന്ന് പറയുന്നു. പിന്നെ ബ്രിട്ടീഷുകാരുടെ സൂപ്രമസി, അത് കഴിഞ്ഞ ശേഷം പെർസ്പെക്ട് ഹൈലൈറ്റ് ബെനിഫിഷ്യൽ ലക്ഷറി ലൈഫ് ഒക്കെ അവരുടെ ലൈഫിന്റെ പ്രധാനമായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് മുഗൾ ഇൻഫ്ലുവൻസ് വാസ് നോട്ട്, മുഗളുകാരുടെ സ്വാധീനം വളരെ കുറവായിരുന്നു. പിന്നെ മെനി റീജിയൻസ് പർട്ടിക്കുലറി ഇൻ ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് റിമെയിൻഡ് ഔട്ട്സൈഡ് മുഗൾ കൺട്രോൾ. മിക്ക സ്ഥലങ്ങളും ആരുടെ കൈകളിലായിരുന്നു? മുഗളിന്റെ കൺട്രോളിൽ ആയിരുന്നു. മുഗൾ ഡിക്ലൈൻ ഈസ് ഇൻസഫിഷ്യന്റ് ടു എക്സ്പ്ലെയിൻ ചേഞ്ച് അക്രോസ് ഇന്ത്യ. മുഗളിന്റെ പതനം മനസ്സിലാവുന്നുണ്ടോ? പതനം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? പെട്ടെന്നുണ്ടായ ഒരു ഘടകമായി മാറുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ മുഗളുടെ പതനം. ഇനി റീസെന്റ് സ്കോളേഴ്സ് പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. എംഫസൈസ് ഓൺ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റീജിയണൽ പൊളിറ്റിക്സ് ആൻഡ് ഡൊമിനേറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ 18th സെഞ്ചുറി. സതീഷ് ചന്ദ്ര പ്രസന്റ് ദ 18th സെഞ്ചുറി as the distinct chronological whole, not merely British period. നോക്കിയ സതീഷ് ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തി 18th സെഞ്ചുറിയിൽ പറയുന്നുണ്ട് ക്രോണോളജിക്കൽ ഹോൾ നോട്ട് മേൽ, ഒരു കാലഗണന ക്രമത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ബ്രിട്ടീഷ് പീരീഡിൽ ഇല്ലായിരുന്നു എന്ന് എന്ത് പറയുകയാണ്, ഇദ്ദേഹം പരാമർശിക്കപ്പെടുകയുണ്ടായി. മനസ്സിലായി? ക്രോണോളജിക്കൽ ഹോൾ നോട്ട് മിയർലി ബ്രിട്ടീഷ് ആൻഡ് ബ്രിട്ടീഷ് പീരീഡ്. ഇനി എങ്ങനെയൊക്കെയാണ് മുഗൾ എംപയർ ഡിക്ലൈൻ ആയെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡിക്ലൈൻ ഓഫ് ദ മുഗൾ എംപയർ. ദ മുഗൾ എംപയർ ഡിക്ലൈൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 18th സെഞ്ചുറി. 18th സെഞ്ചുറിയുടെ ആദ്യ പകുതിയിൽ തന്നെ എന്ത് സംഭവിച്ചു? മുഗളന്മാരുടെ പരാജയം ഏറ്റു, ഡിക്ലൈൻ ആയി. ബൈ 1740 1740 ഡൽഹി വാസ് ഡിവാസ്റ്റഡ് ബൈ നാദിർ ഷാ. ഡൽഹിയിൽ ആര് വരികയാണ്? നാദിർ ഷായുടെ ആ ഒരു ഡിവാസ്റ്റിഗേഷൻ. മറാത്തസ് നോട്ട് മുഗൾസ് ഫോർട്ട് അബ്ദലി ഇൻ 1761. ആരാണ്? മറാത്താസ് നോട്ട് മുഗൾസ് അല്ലെ. മറാത്താസ് മുഗൾസ് ഫോർട്ട് അബ്ദലി 1761 ആയപ്പോൾ ഭരണത്തിലോട്ട് വരികയുണ്ടായി. ബൈ 1783 ദ മുഗൾ എംപറർ വാസ് അണ്ടർ ദ ബ്രിട്ടീഷ് കൺട്രോൾ. 1783 ആയപ്പോൾ മുഗളന്മാർ ടോട്ടലി ആരുടെ കൈകളിലായി? ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിൽ ആവുകയുണ്ടായി. മനസ്സിലായി? മുഗളന്മാരുടെ എംപയറിന്റെ ഡിക്ലൈൻ സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ്? ഒരു 18th സെഞ്ചുറി ആയപ്പോൾ 18th പകുതി മിഡ് ആയപ്പോൾ മുഗൾ എംപയർ തകർന്നു. പിന്നെ ഇവിടെ പറയുന്നത്? മറാത്തസ് നോട്ട് മുഗൾസ് അല്ലെ. മറാത്തസ് നോട്ട് മുഗൾസ് ഫൗട്ട് അബ്ദലി 1761 അല്ലെ. മറാത്താസും എന്ന് പറയുന്നത് എങ്ങനെയാണ്? പിൽക്കാലത്ത് നമുക്കറിയാം ഒരുപാട് യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരികയുണ്ടായി അല്ലെ. 1783 ആയപ്പോൾ മുഗൾ ചെയ്തു? ബ്രിട്ടീഷുകാരുടെ കൈകളിൽ തന്നെ ടോട്ടലി ആവുകയുണ്ടായി. ഇന്റേണൽ വീക്ക്നെസ് ചോദിക്കുവാണെങ്കിൽ നമുക്കറിയാം മുഗളന്മാരുടെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. ഇന്റേണൽ വീക്ക്നെസ് നോക്കുവാണെങ്കിൽ ഔറംഗസീബിന്റെ പോളിസീസ് എങ്ങനെയായിരുന്നു? വീക്ക് ആയിരുന്നു. വീക്ക് എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു അവരുടെ അവരുടെ പോളിസീസ്, നയങ്ങൾ വളരെ വീക്കായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു പോയത്. അത് ഏത് നല്ല കാര്യങ്ങളൊന്നും രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തില്ല. വാർ ഓഫ് സക്സഷൻ ആൻഡ് വീക്ക് റൂളേഴ്സ് ഫ്ലോഡ് ബൈ എംപയർ ഫ്രം 1707 to 1790. വാർ ഓഫ് സക്സഷൻ എന്ന് പറയുമ്പോൾ ധാരാളം യുദ്ധങ്ങളും കാര്യങ്ങളും. ഈ വീക്ക് റൂളേഴ്സ്, അതായത് രാജ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാർ തന്നെ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല. അപ്പൊ തുടരെ ധാരാളം യുദ്ധങ്ങളൊക്കെ ഉടലെടുത്തു. നിസാം ഉൽ മൽക്ക് established the independent state Hyderabad in 1724. 1724 ഹൈദരാബാദ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയാണ്. ആരാണ് അങ്ങനെ ആക്കിയത്? നിസാം ഉൽ മൽക്ക്. മനസ്സിലാവും? നിസാം ഉൽ മൽക്ക് എന്ന് പറയുന്ന വ്യക്തി ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ്? ഹൈദരാബാദ് 1724 മാറി. സക്സസർ സ്റ്റേറ്റ് ലൈക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് സക്സസർ ആയിട്ട് മാറിയത്? ബംഗാള്, അവധ്, പഞ്ചാബ്.
ബംഗാള്, അവധ്, പഞ്ചാബ് ഇതെല്ലാം സക്സസർ സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ്. മനസ്സിലായി? അപ്പൊ ഒന്നുകൂടെ മുഗൾ എംപയർ ഡിക്ലൈൻ ആയത് നമ്മൾ നോക്കി. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇന്റേണൽ വീക്ക്നെസ് ചോദിക്കുവാണെങ്കിൽ എന്താണ്, ഔറംഗസേബിന്റെ പോളിസീസ് എങ്ങനെയായിരുന്നു? മുഗൾ പൊളിറ്റിക്കൽ വീക്കായിരുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരതയുള്ളത് ആയിരുന്നില്ല. പിന്നെ എന്താണ്, ധാരാളം യുദ്ധങ്ങൾ, തുടരെ യുദ്ധങ്ങളെല്ലാം എന്ത് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുകയും 1724 ആയപ്പോ ഹൈദരാബാദ് എന്തായി മാറുകയാണ്, ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് നിസാം അൽ മൽക്കിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയും സക്സസ് സ്റ്റേറ്റ് ആയിട്ട് ബംഗാളും അവധും പഞ്ചാബും ഉടലെടുക്കുകയും ചെയ്തു. ക്ലിയർ? ഇനി എക്സ്റ്റേണൽ ചാലഞ്ചസ് ഏതൊക്കെയാണ്? നാദിർ ഷാ അറ്റാക്ക്ഡ് ഇന്ത്യ. നാദിർ ഷാ എന്ന് പറയുന്ന രാജാവ് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. എപ്പോഴാണ്? 1738 39 ക്യാപ്ചറിങ് ലാഹോർ ആൻഡ് ഡിഫീറ്റിംഗ് ദ മുഗൾ ആർമി കർണാൽ. എന്തൊക്കെയാണ് പിടിച്ചെടുത്തത്? ക്യാപ്ചറിങ് ലാഹോർ ആൻഡ് പിന്നെന്താണ്, മുഗൾ ആർമി അറ്റ് കർണാൽ. ഇത് എന്ത് ചെയ്തു, അദ്ദേഹം പിടിച്ചെടുക്കുകയും നാദിർ ഷാ ഇൻവാഷൻ വാസ് ഡിവാസ്റ്റിംഗ് ബട്ട് ഇറ്റ്സ് ഇമ്പാക്ട് ഓഫ് ലെസ് സെവർ ദാൻ ബിലീവ്ഡ്. അദ്ദേഹത്തിന്റെ ഇൻവേഷൻ അല്ലെങ്കിൽ കടന്നുകയറ്റം എന്താണ്, ഒരു പരിധി വരെ എന്ത് ചെയ്തു, സക്സസ് ആവുകയും ഉണ്ടായി. മനസ്സിലായോ? അടുത്ത് അഹമ്മദ് ഷാ അബ്ദാലി ഇൻവാഡഡ് ഇന്ത്യ മൾട്ടിപ്പിൾ ടൈംസ് ബിറ്റ്വീൻ. ഒരുപാട് സമയം, ഒരുപാട് പ്രാവശ്യം, ധാരാളം പ്രാവശ്യം അബ്ദാലി 1748 1767 ഒക്കെ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയെ ആക്രമിക്കുകയുണ്ടായി. ഇത് അബ്ദാലിയുടെ ഈ ആക്രമണങ്ങളാണ് എന്തിന് കാരണമായത്? ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന് കാരണമായത്. മനസ്സിലാവുന്നുണ്ട്? ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എങ്ങനെയാണ്? അബ്ദാലി 1748 ആൻഡ് 1767 ധാരാളം അല്ലെ, അബ്ദാലി എന്ത് ചെയ്തു, മെനി ടൈംസ്, മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് എന്തിനോട്ട് വഴിതെളിയിച്ചു? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. മനസ്സിലായോ? മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിനോട്ട് വഴിതെളിയിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നോക്കി, എക്സ്റ്റേണൽ ചേഞ്ചസ് ഏതൊക്കെയാണ്? നാദിർ ഷാ എന്ത് ചെയ്തു, അറ്റാക്ക് ഇന്ത്യ അറ്റാക്ക് ചെയ്തു 38 39. മനസ്സിലാവുന്നുണ്ടോ? ഇനി നാദിർ ഷാ ഇൻവാഷൻ വാസ് ഡിവാസ്റ്റിംഗ് ബട്ട് ഇറ്റ്സ് ഇമ്പാക്ട് ഓഫ് ലെസ്. അദ്ദേഹത്തിന്റെ കടന്നു കയറ്റം ഒരുപാടാണെങ്കിലും കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ എന്താണ് ഇമ്പാക്ട്, സ്വാധീനം വളരെ കുറവായിരുന്നു. അബ്ദാലി എന്താ ചെയ്തത്? മൾട്ടിപ്പിൾ ടൈംസ്, ധാരാളം പ്രാവശ്യം ഇന്ത്യ എന്ത് ചെയ്തു, ആക്രമിക്കുകയുണ്ട്. ഇത് എന്തിന് കാരണമായി? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന് കാരണമായി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡിക്ലൈൻ. ഈ ഡിക്ലൈന് എന്തൊക്കെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് കൊടുക്കാം? ട്രഡീഷണൽ വ്യൂ ഹൈലൈറ്റ്സ് പേഴ്സണൽ ഫെയിലിംഗ്സ് ആൻഡ് എംപറർ ആൻഡ് നോബിൾസ്. അല്ലെ എന്താണ്? ട്രഡീഷണൽ വ്യൂ ഹൈലൈറ്റ്സ് പേഴ്സണൽ ഫെയിലിംഗ്സ്, പേഴ്സണലായിട്ട് അല്ലെങ്കിൽ എന്താണ് സ്വന്തമായി സ്വകാര്യപരമായ ഒരുപാട് എന്താണ് തോൽവികൾ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. ഹിസ്റ്റോറിയൻസ് ആയ സതീഷ് ചന്ദ്രയും ഇർഫാൻ ഹബീബും എന്ത് പറയുന്നുണ്ട്? അവർ ഊന്നി പറയുന്നുണ്ട്, ജാഗ്രതാരി സിസ്റ്റമാണ് എന്തിനുള്ള കാരണമായത്? അഗ്രേറിയൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് വഴിയാക്കിയത് ജാഗ്രതാരി. ഈ ജാഗ്രതാരി എന്താണെന്ന് അറിയോ? എന്താണ് ഒരു സ്ഥലത്തെ എന്താണ് നികുതി പിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് സൈനികർക്ക് ശമ്പളം കൊടുക്കുന്നതിന് ഒരു സ്ഥലത്തെ നികുതി പിടിക്കുക, ആ സ്ഥലത്തിന് ജാഗിർ എന്ന് പറയുന്ന സ്ഥലവും കൂടെ എന്ത് ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടായിരുന്നു ജാഗിർ. ഭൂമിയും കൂടെ എന്ത് ചെയ്യുന്നു, കൈവശം കൊടുക്കുന്ന അവസ്ഥ. അപ്പൊ ഈ ജാഗ്രതാരി ഭൂമികൾ കൈവശമാക്കി എന്ത് ചെയ്തു, രാജാക്കന്മാര് ഭൂപ്രഭുക്കന്മാരായി മാറുന്നത് പോലെ എന്ത് ചെയ്തു, മാറുകയുണ്ടായി. അപ്പൊ ഈ ഒരു അവസ്ഥ, ഈ ജാഗ്രതാരി സിസ്റ്റം എന്ന് പറയുന്നത് വന്നതുകൊണ്ടാണ് മുഗൾ എംപയർ എന്ത് ചെയ്തത്, ഡിക്ലെയർ ആയത് എന്ന് ഹിസ്റ്റോറിയൻസ് ആയ സതീഷ് ചന്ദ്ര, ഇർഫാൻ ഹബീബും അഭിപ്രായപ്പെടുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇർഫാൻ ഹബീബും സതീഷ് ചന്ദ്രയും പറയുന്നു എന്താണ്, ജാഗ്രതാരി സിസ്റ്റമാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിലോട്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ടായത്, നമ്മുടെ മുഗൾ എംപയർ തകരാനായിട്ട് കാരണമായത്. ഇനി ന്യൂ കാംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആർഗ്യൂസ് ദാറ്റ് മുഗൾ ഡിക്ലൈൻ റിസൾട്ടഡ് ഫ്രം ദ സക്സസ് ഓഫ് ദ മുഗൾ സിസ്റ്റം തോട്ട് ദ വ്യൂ റിക്വയർ ഫർദർ എവിഡൻസ്. നമ്മുടെ കാംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്, മുഗൾ ഡിക്ലൈൻ റിസൾട്ട്, മുഗളുകാരുടെ പതനത്തിന് ശേഷം അതിന്റെ ഫലമായി സക്സസ് ഓഫ് ദ മുഗൾ സിസ്റ്റം, മുഗളന്മാരുടെ എന്താണ് ഭരണം സംവിധാനത്തെ കുറിച്ചും തോട്ട് ദിസ് വ്യൂ റിക്വേഴ്സ് ഫർദർ എവിഡൻസ്, ധാരാളം എന്താണ് അവരെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് തെളിവുകളും ഫർദർ എവിഡൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്തു കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്താണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡിക്ലൈനിൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്, എംപറർ എങ്ങനെയായിരുന്നു, വ്യൂ ഹൈലൈറ്റ്സ് പേഴ്സണൽ ഫെയിലിംഗ്സ് ആയിരുന്നു. പിന്നെ സതീഷ് ചന്ദ്രയും ഇർഫാൻ ഹബീബും പറയുന്നു ജാഗ്രതാരി സിസ്റ്റം എന്ത് ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തത് കൊണ്ടാണ്
എന്ത് കാരണമായി മുഗൾ എംപയർ തകരാനായിട്ട്? കാരണം കേംബ്രിഡ്ജിലുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്താ പറഞ്ഞത്? മുഗൾ സിസ്റ്റം എന്ത് ചെയ്തു? തകർന്നതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ഇനി കണ്ടിന്യൂറ്റി ഓഫ് മുഗൾ ട്രഡീഷൻ. എന്തൊക്കെയാണ് മുഗൾ ട്രഡീഷന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? ഡെസ്പൈറ്റ് ടെറിട്ടോറിയൽ ഡിസ്ഇന്റിഗ്രേഷൻ മുഗൾ ട്രഡീഷൻ ആൻഡ് ഗവേൺസ് ആൻഡ് പെർസിസ്റ്റഡ്. അപ്പം എന്താണ് ടെറിട്ടോറിയൽ ഡിസ്ഇന്റിഗ്രേഷൻ? അതായത് അതിർത്തി പ്രദേശങ്ങള്, അല്ലെ, അതിർത്തി പ്രദേശങ്ങൾ, അതുപോലെ മുഗൾ ട്രഡീഷൻ ഓഫ് ഗവൺമെന്റ്സ് എല്ലാം പെർസിസ്റ്റഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ദ എംപറർ പ്രസ്റ്റീജ് ആൻഡ് റിമൈൻ സിഗ്നിഫിക്കൻസ് വിത്ത് റെബൽസ് സംടൈംസ് റിക്കഗ്നൈസ് ദ എംപേഴ്സ് ആൻഡ് അതോറിറ്റി. കണ്ടിന്യൂറ്റി ഓഫ് മുഗൾ ട്രഡീഷൻ ആണ്. അപ്പൊ എംപറർ എന്ത് ചെയ്തുകയാണ്? തുടരെ എന്ത് ചെയ്തു? എംപേഴ്സിന്റെ അതോറിറ്റി, അധികാരം എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് വെയർ അഡോപ്റ്റഡ് ബൈ റീജിയണൽ പവേഴ്സ് ഓഫ് ദ ബ്രിട്ടീഷ്. മുഗൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു റീജിയണൽ പവർ ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? മാറാനായിട്ട് തുടങ്ങി. മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് വെയർ അഡോപ്റ്റഡ് ബൈ റീജിയണൽ പവർ. റീജിയണൽ എന്ന് പറഞ്ഞാൽ പ്രാദേശിക എന്താണ് പവർ ആയിട്ട് ഇവർ എന്ത് ചെയ്തു? മാറി. ഇനി കണ്ടിന്യൂറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിഡ് നോട്ട് സിംപ്ലി സർവൈവർ ഓഫ് ദ മുഗൾ പൊളിറ്റിക്കൽ സിസ്റ്റം ആസ് ന്യൂ പൊളിറ്റിക്സ് വെയർ റീജിയണൽ ആൻഡ് സെർവ് ഡിഫറെന്റ് ഫംഗ്ഷൻ അണ്ടർ ദ കൊളോണിയൽ റൂൾ. കണ്ടിന്യൂറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിഡ് നോട്ട് സിംപ്ലി സർവൈവ്. അതായത് ഒരു നമുക്കൊരു സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിജീവിക്കാനായിട്ട് മുഗൾ പൊളിറ്റിക്കൽ സിസ്റ്റം ആസ് ന്യൂ പോളിറ്റീസ് ആൻഡ് വേ റീജിയണൽ സെർവ്ഡ് ഡിഫറെന്റ് ഫംഗ്ഷൻ അണ്ടർ ദ കൺട്രോൾ കൊളോണിയൽ റൂള്. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ മുഗളിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ധാരാളം ഭരണകർത്താക്കന്മാരും ഭരണാധികാരികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു എന്താണ് ഭരണവ്യവസ്ഥയായിരുന്നു. പക്ഷേ പിന്നെ എന്താ സംഭവിച്ചത്? ഇവരുടെ ഡിക്ലൈൻ ആവുകയാണ്, പതനം സംഭവിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും എന്ത് സംഭവിച്ചു? ഫ്ലഡ്, അതൊക്കെ നമുക്ക് തുടരെ പിന്നെ പറയാം. നമുക്ക് ഉണ്ടായ വാർ എന്ന് പറഞ്ഞ യുദ്ധങ്ങൾ കൊണ്ടും ഒക്കെ എന്ത് സംഭവിക്കുകയാണ്? മുഗൾക്ക് എന്തുണ്ടായി? മുഗൾ രാജാക്കന്മാരുടെ ഭരണത്തിന്റെ എന്താണ് തിരശീല വീഴുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇന്റർപ്രിട്ടേഷൻ നമ്മൾ നോക്കി, അടുത്ത കണ്ടിന്യൂറ്റി ആൻഡ് മുഗൾ ട്രഡീഷനും നോക്കി. ഇനി ഈ സമയത്ത് അതിനുശേഷം ഉണ്ടായിരിക്കുകയാണ് എമർജൻസ് ഓഫ് റീജിയണൽ പൊളിറ്റിക്സ്. ധാരാളം പ്രാദേശികപരമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്തു? ഉടലെടുക്കുകയുണ്ടായി. സക്സസ് സ്റ്റേറ്റും ഉണ്ടായിരുന്നു അതില്, അതുപോലെ തന്നെ എന്താണ് ന്യൂ സ്റ്റേറ്റ്സും ഉണ്ടായിരുന്നു. സക്സസർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹൈദരാബാദ്, ബംഗാള്, അവധ്. ഹൈദരാബാദ്, ബംഗാള്, അവധ് ആണ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നമ്മുടെ സക്സസർ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായോ? സക്സസർ സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ബംഗാള്, അവധ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹൈദരാബാദ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആദ്യം ബംഗാൾ ഏതാണ് നമുക്ക് നോക്കാം. ബംഗാൾ എന്തൊക്കെയാണ്? ഗവേൺസ് റൂൾഡ് വിത്ത് പ്രാക്ടിക്കൽ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിനിങ് നോമിനൽ അലിഗൻസ് ടു ഡൽഹി. മുർഷാദ് കുലി ബിക്കം ഗവർണർ ഇൻ 1770 പ്രൈമർലി സെനി ട്രിബ്യൂട്ട് ഡൽഹി. നമുക്കറിയാം മുർഷാദ് കുലി ഖാൻ ആണ് എന്ത് ചെയ്തു? 1770 1717 എന്തായി മാറുന്നത്? ഒരു ഡൽഹിയിൽ എന്താണ് ട്രിബ്യൂട്ട് ഒക്കെ നടത്തുകയും ബംഗാളിൽ എന്താണ് നവാബായിട്ട് പിന്നെ മാറുകയാണ്. നവാബ് ലൈക്ക് ഷുജാഉദ്ദീൻ അൽവാർദി ഖാൻ മെയിൻറ്റൈൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് അതോറിറ്റി. നവാബായിട്ടുള്ള ഷുജാഉദ്ദീൻ എന്ന് പറഞ്ഞ നവാബ് നമ്മുടെ ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആയിട്ട് ആരെ മാറുകയാണ്? ബംഗാളിനെ മാറ്റുകയാണ്. ബംഗാൾ റൂളേഴ്സ് ഡിഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബേസ്ഡ് ഓൺ റിലീജിയൻ പബ്ലിക് അപ്പോയിന്റ്മെന്റ് എലിവേറ്റ് ഹിന്ദുസ് ആൻഡ് ഹൈ പൊസിഷൻസ്. അതായത് ബംഗാളില് ഭൂരിഭാഗവും എന്തായിരുന്നു? മുസ്ലിംസ് ആണെങ്കിൽ പോലും ഇവർ എന്താണ് മുസ്ലിംസ് ആണ് കൂടുതലായിട്ടുള്ളത്, ഹിന്ദുസും ഉണ്ട് എങ്കിലും ആർക്കാണ്? എല്ലാ രാജാക്കന്മാരും എന്ത് ചെയ്തു? എല്ലാ പീപ്പിൾസിനെ ഒരുപോലെയാണ് എന്ത് ചെയ്തത്? കണക്കാക്കിയിരുന്നത്. മനസ്സിലായോ? കാസ്റ്റിന്റെ പേരിലൊന്നും എന്ത് സംഭവിച്ചില്ല? അവരെ എതിർത്ത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടില്ല. പകരം എന്താണ്? നോട്ട് ഡിസ്ക്രിമിനേറ്റ്. അവർക്ക് എന്തില്ല? ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല. എന്തിന്റെ പേരില്? റിലീജിയന്റെ പേരില്, മതപരമായ കാര്യങ്ങളില് ഒരു തരത്തിലുള്ള എന്താണ് മാറ്റവും അല്ലെങ്കിൽ മാറ്റി നിർത്തലും ഇവർക്കില്ല. പബ്ലിക് അപ്പോയിന്റ്മെന്റ് എലിവിൻ ഹിന്ദുസ് ആൻഡ് ടു ഹൈ പൊസിഷൻ. ഹിന്ദുസിനെ എന്ത് ചെയ്തു? മെയിൻ ആയിട്ടുള്ള ഹൈ പൊസിഷൻസിലോട്ട് ഹിന്ദുസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ബംഗാൾ റൂളേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു എന്നാണ് അവരുടെ കാര്യങ്ങൾ. അതായത് ബംഗാളിൽ മുസ്ലിംസ് ആണെങ്കിൽ പോലും നവാബ് നമുക്ക് എന്താ ചെയ്തത്? നവാബ് ഒരിക്കലും എന്ത് ചെയ്തില്ല? നമ്മുടെ മുസ്ലിംസിനെ മാത്രമല്ല ഭരണത്തില് കൈകാര്യം ചെയ്യാനായിട്ട് കൊടുത്തത്. മുസ്ലിംസിനെ മാത്രമല്ല ആരെയും കൂടി ഏർപ്പാടാക്കി ഹിന്ദുസിനെയും എന്ത് ചെയ്തു? ഹൈ പൊസിഷനിലോട്ട് എന്ത് ചെയ്തു? അപ്പോയിന്റ്മെന്റ് ചെയ്യുകയുണ്ടായി. ദ നവാബ് മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ ഫോറിൻ കമ്പനീസ് പ്രിവെന്റിംഗ് ഫോർട്ടിഫിക്കേഷൻ ചന്ദ്രനഗർ ആൻഡ് കൽക്കട്ട. നവാബ് എന്താ ചെയ്തത്? സ്ട്രിക്റ്റ് കൺട്രോൾ അല്ലെ, പല തരത്തിലുള്ള എന്താണ് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും എന്ത് ചെയ്തു? കൊണ്ട് ഫോറിൻ കമ്പനീസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിദേശ വസ്തുക്കൾ ഇങ്ങോട്ട് എന്ത് ചെയ്തു? ഇറക്കുമതി ചെയ്യുന്നത്.
ചന്ദ്രനഗറും കൽക്കട്ടയും അല്ലെ, ചന്ദ്രനഗറും കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ധാരാളം എന്താണ് ഫോറിൻ കമ്പനീസ് എന്ത് ചെയ്തു വരികയുണ്ട്. ഇതിനെ എന്ത് ചെയ്തു പ്രിവെന്റ് ചെയ്യുക, തടയുന്ന ഏർപ്പാട് ആരുണ്ടാക്കി? ഷുജാഉദ്ദീൻ നവാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ബംഗാൾ ഏതൊക്കെയാണ്? ഗവർണർ റൂളർ വിത്ത് പ്രാക്ടിക്കൽ ഇൻഡിപെൻഡൻസ് മെയിൻറ്റനിങ് നോമിനൽ അലിഗൻസ് ഓഫ് ന്യൂ ഡൽഹി. അടുത്ത് മുർഷാദ് കുലി ഖാൻ ബിക്കെയിം ഗവർണർ ഇൻ 1770, primarily sending tribute to Delhi. നവാബ് ലൈക്ക് ഷുജാഉദ്ദീൻ എന്താണ് അലിവർദി ഖാൻ മെയിൻഡ് ഇൻഡിപെൻഡന്റ് അതോറിറ്റി. നമ്മുടെ ഷുജാഉദ്ദീൻ എന്ന് പറയുന്ന നവാബ് എന്താ സംഭവിച്ചത്? ഇൻഡിപെൻഡന്റ് ആൻഡ് അതോറിറ്റിക്കാണ് എന്ത് ചെയ്തത്? പ്രാധാന്യം കൊടുത്തത്. ബംഗാൾ റൂളേഴ്സ് ഡിഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ്. ബംഗാളിലെ ഭരണാധികാരികൾ ഒരു തരത്തിലുള്ള വേർതിരിവും കാണിച്ചിരുന്നില്ല. പകരം എന്താണ് പബ്ലിക് അപ്പോയിന്റ്മെന്റില് ആരെയാണ്? ഹിന്ദുസിനെയും അതുപോലെ ഹൈ പൊസിഷനിലുള്ളവരെ എന്ത് ചെയ്തു? ഏർപ്പാടാക്കി. പിന്നെ ബംഗാളിലെ റൂളേഴ്സ് ഡിഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബേസ്ഡ് ഓൺ റിലീജിയൻ. ഒരു മതത്തിന്റെ പേരിലും എന്ത് ചെയ്തില്ല? ആരെയും മാറ്റി നിർത്തിയില്ല. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏർപ്പാടാക്കിയിട്ടുണ്ട് ഫോറിൻ കമ്പനീസിനെതിരെ. ചന്ദ്രനഗറും അതുപോലെ തന്നെ കൽക്കട്ട എന്ന് പറയുന്ന കമ്പനിക്കെതിരെയൊക്കെ എന്താണ് അവിടെയുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലെല്ലാം എന്താണ് കൃത്യമായ ഒരു സ്ട്രിക്ട്ലി എന്താണ് ഒരു വേർതിരിവ് നിയന്ത്രണം ഏർപ്പാടാക്കി. ഇനി എന്താണ് അവധ്? അവധ് ഏതാണ്? നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ്? ബംഗാൾ നോക്കി. ഇനി അവധ് എന്ന് പറയുന്നത് സബദത് ഖാൻ ബർഹാൻ അൽ മൽക് സെക്യൂർഡ് ഇൻഡിപെൻഡന്റ് ആഫ്റ്റർ 1722 അപ്പോയിന്റ് അസ് ഗവർണർ. സബദത് ഖാൻ എന്ന് പറയുന്ന നവാബാണ് നമ്മുടെ അവധില് ആരായി മാറുന്നത്? സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് മാറുന്നത്. ദ മെയിൻ ചാലഞ്ചസ് വാസ് ഫ്രം സെമീൻദാസ് ഹു റിഫ്യൂസ്ഡ് റവന്യൂ പേയ്മെന്റ് ആൻഡ് ആക്ടഡ് ഓട്ടോണോമസ്ലി. ധാരാളം എന്താണ് ഒരുപാട് ചാലഞ്ചസ്, വെല്ലുവിളികള് നമ്മുടെ അവധിലുള്ള ഭരണാധികാരികൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു. എന്തൊക്കെയാണ്? സെമീൻദാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജമീന്ദാസ് എന്ന് പറഞ്ഞാൽ മണി ലെൻഡേഴ്സ് പോലെയുള്ള അവരിൽ നിന്ന് ധാരാളം എന്താണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണ് റവന്യൂ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ധാരാളം നികുതികൾ ഏർപ്പാടാക്കുകയുണ്ടായി ഓട്ടോണോമസ്ലി ആയിട്ട്. അല്ലെ സബദത് ഖാൻ എന്താണ് സബ്ഡ്യൂസ്ഡ് ജമീന്ദാസ്. സബദത് ഖാൻ ആരെ അടിച്ചമർത്തി? സെമീൻദാസിനെ എന്ത് ചെയ്തു? അടിച്ചമർത്തുകയും ആൻഡ് ഇൻട്രൊഡ്യൂസ് ലാൻഡ് ന്യൂ സെറ്റിൽമെന്റ്സ്. ധാരാളം പുതിയ സെറ്റിൽമെന്റ്സ്, ലാൻഡ് സെറ്റിൽമെന്റ്സ്, നികുതി സമ്പ്രദായങ്ങൾ നമ്മുടെ സബദത് ഖാൻ എന്ത് ചെയ്തു? ഏർപ്പാടാക്കുകയും ചെയ്തു. ദ ജാഗിർദാരി സിസ്റ്റം വാസ് റിഫോംഡ് ഗ്രാൻഡിംഗ് പൊസിഷൻ ആൻഡ് ലാൻഡ്സ് ആൻഡ് ലോക്കൽ ജനറലി ടു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി. ജാഗിർദാരി സിസ്റ്റം എന്ത് ചെയ്തു? റിഫോംഡ് എന്ന് പറഞ്ഞാൽ പരിഷ്കരിക്കുകയും അതിലെന്താണ് ഗ്രാൻഡിംഗ് പൊസിഷൻസ് ഏർപ്പാടാക്കി ലാൻഡും ലോക്കൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ മിലിറ്ററിക്കൊക്കെ എന്ത് ചെയ്തു? കൊടുക്കുകയും ഉണ്ടായി. അതായത് ജാഗ്രതാ സിസ്റ്റത്തെ പരിഷ്കരിച്ച പുതിയൊരു വേർഷൻ ആയിട്ട് ആര് മാറ്റുകയാണ്? സബദത് ഖാൻ മാറ്റുകയാണ്. അപ്പൊ അവധ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അവധിലെ ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്? സബദത് ഖാൻ ആയിരുന്നു. ദ മെയിൻ ചാലഞ്ചസ് എന്ന് പറയുന്നത് സെമീൻദാസ് ആയിരുന്നു അല്ലെ. സെമീൻദാസിന്റെ എന്താ റിഫ്യൂസ്ഡ് റവന്യൂ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഭരണപരമായ പേയ്മെന്റ്സ് അടയ്ക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. സബദത് ഖാൻ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ആരെ റെഡ്യൂസ് ചെയ്തു? നമ്മുടെ സെമീൻദാസിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്യുകയും പുതിയ ലാൻഡ് സെറ്റിൽമെന്റ്സ് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇനി ജാഗ്രതാരി സിസ്റ്റത്തെ എന്ത് ചെയ്തു? റിഫോം ചെയ്യുകയും പുതിയ തരത്തിലുള്ള ലാൻഡ് ലോക്കൽ സെറ്റിൽമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തു? കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് അവധിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ന്യൂ സ്റ്റേറ്റ്സ് വന്നു. ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മറാത്താസ് വന്നു. പിന്നെ അതുപോലെ തന്നെ സിഖ് വന്നു. പിന്നെ എന്താണ്? അഫ്ഗാനിസ്ഥാൻ വന്നു. ഇതെല്ലാം എന്താണ്? പുതിയ സ്റ്റേറ്റ്സുകളാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് മറാത്ത എന്ന് പറയുന്നത്? പുതിയ ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് മറാത്ത ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ ടു മെയിൻ തീംസ് ഓഫ് ദ 18th century were decline Mughal power and foundation of colonial rule, the third theme was the rise of fall of regional state, most significant among the being Marathas. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാ പുതിയ തരത്തിലുള്ള എന്താണ്? ന്യൂ സ്റ്റേറ്റ്സ് അല്ലെ. ബാക്കി രാജ്യങ്ങളുടെ അറ്റാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഉടലെടുക്കുകയുണ്ട്. അങ്ങനെ വന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മറാത്ത എന്ന് പറയുന്നത്. മറാത്ത ഇവിടെ പറയുന്നുണ്ട് പേഷ്വകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെ. നമ്മളിവിടെ പറയുന്ന മുഖ്യമന്ത്രിമാരെ വിളിക്കുന്ന പേരാണ് പേഷ്വകൾ. ഈ പേഷ്വകള് ഓട്ടോക്രസി അല്ലെങ്കിൽ എന്താണ് അടിച്ചമർത്തി വച്ചിരുന്ന മറാത്ത എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് എന്താ സംഭവിച്ചത്? അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഉടലെടുക്കുകയും അതുപോലെ തന്നെ ബാലാജി വിശ്വനാഥ് ആരാണ്?
ബാലാജി വിശ്വനാഥിന്റെ കാലത്താണ് എന്ത് ചെയ്തു മറാത്ത എന്താണ് ഒരു പ്രാദേശിക ലോക്കൽ സെറ്റിൽമെന്റ് ഒന്നും ഇല്ലായിരുന്നു, ഒരു പ്രാദേശിക ശക്തിയൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ബാലാജി എന്ന് പറയുന്ന ആ ഭരണാധികാരിയുടെ കീഴില് മറാത്തക്ക് എന്തില്ലായിരുന്നു, ഒരു അപ്പോഴും എന്തല്ല ഒരു പ്രായോഗിക അല്ലെങ്കിൽ പ്രാദേശിക ശക്തിയായിട്ട് ആര് മാറിയില്ലായിരുന്നു? മറാത്ത മാറിയില്ലായിരുന്നു. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ട്? അപ്പം നമ്മുടെ മറാത്ത തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? വളരെ എന്താണ് പരിതാപകരം ആയിരുന്നു. പിന്നെ ബാലാജി വിശ്വനാഥ് ഡെഡ് 1720 ആൻഡ് ഹിസ് സൺ ബാജിറാവ് 1714. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ ബാജിറാവ് വന്നുകയും ഈ പീരീഡ് എന്താണ് ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിതെളിയിക്കുകയും മറാത്തസ് നോ ലോങ്ങർ റീജിയണൽ പവർ ബാൻഡ് അറ്റൈൻഡ് ടു എക്സ്പാൻഷൻ എംപയർ, തന്റെ രാജ്യത്തെ സംരക്ഷണം ഒരുപാട് ഇൻക്രീസ് ആക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞു? ബാലാജി വിശ്വനാഥിന്റെ മകനായ റാംജി സൺ ആയിട്ടുള്ള ബാജിറാവിന് ബാജിറാവിന് കഴിയുകയുണ്ടായി. ഇനി അദ്ദേഹം എന്താ, ദേ ഹാഡ് അക്യൂർഡ് കൺട്രോൾ ഓവർ ഫാർ ഫ്ലങ് മുഗൾ എംപയറിനൊക്കെ എന്ത് ചെയ്തു? എന്താണ് ഓവർ ഫാർ ഫ്ലങ് ദ മെയിൻ വീക്ക്നെസ് ഹവർ ദീസ് കോൺക്വസ്റ്റ് വീക്ക് ഇനിഷ്യേറ്റീവ് മറാത്താസ് ചീഫ് അൺഫില്ലിംഗ് എക്സെപ്റ്റ് റെഗുലേഷൻ ഓഫ് പേഷ്വയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പേഷ്വയുടെ നേതൃത്വത്തിലൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ തന്റെ രാജ്യത്തിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ തുടക്കത്തിൽ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണരീതികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ബാലാജി വിശ്വനാഥിന്റെ സമയത്ത് മറാത്ത ഇത്രയും ശക്തിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മകനായ ബാജിറാവിന്റെ കാലഘട്ടത്തിൽ മറാത്ത ശക്തി പ്രാപിക്കുകയും പകരം എന്താ സംഭവിച്ചത്? മറാത്ത എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ ചൗതെന്നും അതുപോലെ തന്നെ സർദേശ് മുഹി എന്ന് പറയുന്ന തരത്തിലുള്ള രണ്ട് എന്താണ് certain area was assigned to chief and congress permitted കളക്ഷൻ ഓഫ് ഈ സ്ഥലത്ത് ചൗദ് എന്ന് പറയുന്നതും സദേശ് മുഹി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എന്തെടുക്കാനായിട്ട് ലാൻഡ് കളക്ഷൻ എടുക്കാനായിട്ട് തുടങ്ങി. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തെന്ന് പറയുന്നത് ബാലാജി റാവ് ബെറ്റർ നോൺ as നാനാ സാഹിബ് വാസ് പേഷ്വ ഫ്രം 1714-1761. മറാത്ത പവർ അച്ചീവ്ഡ് ക്ലൈമാക്സ് ഡ്യൂറിംഗ് ദിസ്. അതായത് നാനാ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പീരീഡിന്റെ അവസാന കാലഘട്ടത്തിൽ ക്ലൈമാക്സിലായപ്പോൾ മറാത്ത എന്തായി മാറുന്നു? പവർ അച്ചീവ് ചെയ്യാനായിട്ട് തുടങ്ങി. ധാരാളം എന്താണ് അധികാരം കൈവശമാക്കുകയും എക്സ്പാൻഷൻ വാസ് നൗ നോ ലോങ്ങർ ലിമിറ്റഡ് ടു ഏരിയ വിച്ച് വൻ മുഗൾസ് ആൻഡ് അൺസർട്ടൻ ഹോൾഡ്. ധാരാളം പ്രദേശങ്ങൾ തന്റെ കൈവശമാക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? മറാത്തയുടെ കാര്യം മനസ്സിലായോ? തുടക്ക കാലഘട്ടത്തിൽ മറാത്ത എങ്ങനെയായിരുന്നു? വളരെ സ്ട്രോങ് ആയിരുന്നില്ല ബാലാജി വിശ്വനാഥിന്റെ കീഴിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ സണ്ണിന് ശേഷം എന്ത് ചെയ്തു? ഒരുപാട് പ്രദേശങ്ങൾ കൈവശമാക്കുകയും ചദ്ദെന്നും സർദേശ് മുഖി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊക്കെ എന്ത് ചെയ്തു? അവർ ഭരണത്തിലോട്ട് എന്ത് ചെയ്തു? കളക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ സംഭവിച്ചത്? പേഷ്വ എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രിമാരെ അറിയപ്പെടുന്നത്. നാനാ സാഹിബിന്റെ കീഴിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഇത് എക്സ്പാൻഷൻ ചെയ്യുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്താണ് നമ്മൾ തേർഡ് പാനിപ്പത്ത് യുദ്ധം 1761 തേർഡ് പാനിപ്പത്ത് യുദ്ധമൊക്കെ നടക്കുന്നത്. എപ്പോഴാണെന്ന് അറിയാലോ? ജാനുവരി 1761 ജാനുവരി 14 ഈ സമയത്താണ് ഒരുപാട് എന്താണ് നമ്മുടെ ലോകം മൊത്തം അറിയുന്നത്. ഫസ്റ്റ് പാനിപ്പത്ത്, സെക്കൻഡ് പാനിപ്പത്ത്, തേർഡ് പാനിപ്പത്ത് ഒക്കെ എന്ത് ചെയ്തത് ഉടലെടുക്കുന്നത്. ഈ ടെക്സ്റ്റില് നിങ്ങളുടെ 16 പേജ് നമ്പർ ഒന്ന് എന്ത് ചെയ്യുക, വായിക്കുക. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തെന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? നാച്ചർ ഓഫ് ദ മറാത്ത സ്റ്റേറ്റ് ആൻഡ് മൂവ്മെന്റ്സ്. മറാത്ത സ്റ്റേറ്റിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകൃതം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ റൈസ് ഓഫ് മറാത്തസ് വാസ് ബോത്ത് റീജിയണൽ അഗെയിൻസ്റ്റ് മുഗൾ സെൻട്രലൈസേഷൻ ആസ് വെൽ മാനിഫെസ്റ്റേഷൻ അപ്വാർഡ് മൊബിലിറ്റി സർട്ടൻ ക്ലാസ് ആൻഡ് കാസ്റ്റ് ദ പെറ്റി റൂളർ ഗ്രാൻഡ് ഹെറിഡിറ്ററി കൾട്ടിവേറ്റേഴ്സ്. ഇവിടെ ഉള്ളവർ എങ്ങനെയായിരുന്നു? കൃഷിക്കാരും ആയിരുന്നു അല്ലെ. അവരെ വിളിച്ചത് പേരെന്താണ്? മിറാസ് ദാസ് കേട്ടോ. മിറാ ദാസ് from the social base. Peasants caste wanted to achieve kshatriya status, very official certain power in hand. അടുത്ത പെസൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാസ്റ്റ് വാണ്ടഡ് ടു അച്ചീവ് ക്ഷത്രിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? യുദ്ധങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെ. പട്ടാളക്കാരെന്നുള്ള പോലെ യുദ്ധങ്ങൾ ചെയ്യുന്നവരെയാണ് എന്ന് വിളിക്കുന്നത് നമ്മൾ ക്ഷത്രിയ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ എന്താണ്? ലെവി വാസ് ഇൻസ്ട്രക്ഷൻ ചൗദ്. അവിടെയും കൊടുത്തിരുന്ന നികുതി എന്ന് വിളിച്ചു ചൗദ് എന്നും. അതുപോലെ തന്നെ എന്താണ്? മറാത്ത സ്റ്റേറ്റ് സിസ്റ്റം. മണി വാസ് റൈസ് ത്രൂ ചൗദ് സപ്ലിമെന്റ്സ് ടു ഇൻകം ഫ്രം ദ പുവർ അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്. മറാത്താസുടെ ആ സമയത്ത് ഇവരുടെ ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ പരിതാപകരമായി. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ, അണ്ടർ ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ദീസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ വീക്ക്നെസ് ആൻഡ് കമ്പോർട്ട് ദെയർ ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്സ്. ഇവർക്ക്
ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പത്തികപരമായ പിന്നോക്കാവസ്ഥകൾ ഉടലെടുക്കുകയും ടെക്നോളജിക്ക് ബാക്ക്വേർഡ്സ്, സാങ്കേതികപരമായിട്ടുള്ള ഇവർ എങ്ങനെയായിരുന്നു, ബാക്ക്വേർഡ്സ് ആയിരുന്നു. എസ്പെഷ്യലി ഇൻ ദ മിലിറ്ററി സ്പിയർ, ഇവർക്ക് എന്ത് തന്നെ ഇല്ലായിരുന്നു, നല്ലൊരു സൈനിക ബലം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ദ ന്യൂ ഡെവലപ്മെന്റ് ഓഫ് ടൈം ആർട്ടിലറി, സ്മാൾ ആംസ് അല്ലെ, യുദ്ധത്തിൽ ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരുന്നു, വളരെ എന്തായിരുന്നു, എസ്പെഷ്യലി ഫിൻഡ് ഗൺസ്, ഇവർക്ക് എന്തില്ലായിരുന്നു, നല്ല തോക്കുകളോ വെടിയുണ്ടകളോ ഇതൊന്നും എന്തില്ല, ഇവർക്ക് ഇല്ലായിരുന്നു. മനസ്സിലായോ, ഇവർക്ക് അതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ മറാത്തയുടെ നാച്ചുറാണ് നമ്മൾ നോക്കിയത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി നമ്മുടെ ഇൻഡിപെൻഡന്റ് കിങ്ഡം നോക്കാം. അതുകൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ഏതാണ്ട് ഓൾമോസ്റ്റ് തീരുകയാണ്. എന്താണ് ഇൻഡിപെൻഡന്റ് കിങ്ഡം എന്ന് പറയുമ്പോൾ എന്താണ്, രജ്പുത്തും അതുപോലെ തന്നെ കേരളയും മൈസൂരും ഒക്കെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര രാജ്യങ്ങളാണ്. ദ മിഡ് 18th century വിറ്റ്നസ് എമർജ് മൈസൂർ എ സിഗ്നിഫിക്കന്റ് പവർ ഓഫ് ഇന്ത്യ. ഹൈദർ അലി ഫൗണ്ടേഷൻ മൈസൂർ, നമുക്കറിയാലോ ഹൈദർ അലി ആണ് മൈസൂർ ഫൗണ്ട് ചെയ്തത്. നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ തുടക്കത്തില് എങ്ങനെയായിരുന്നു നമ്മൾ നോക്കി വന്നത്, ഈ ഇഗ്നോ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ പോയാൽ മതി, നമുക്ക് ഒത്തിരി ഒന്നും എന്ത് ചെയ്യേണ്ട, വലിച്ചു ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ട കാലം. ഡാർക്ക് ഏജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കി, അത് ശേഷം എന്തൊക്കെയാണ് ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ നോക്കി, ന്യൂ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, അടുത്ത ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്, ന്യൂ സ്റ്റേറ്റിൽ നമ്മൾ ബംഗാൾ, അവധ്, ഹൈദരാബാദ് നോക്കി. അപ്പൊ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റിൽ ഏതൊക്കെയാണ്, ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യം കിട്ടിയത്, നമുക്കറിയാം ഇന്ത്യക്ക് കേരളത്തിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥ അറിയാം അല്ലെ. അപ്പൊ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈസൂരുണ്ട്, രജ്പുത്തുണ്ട്, കേരളയുണ്ട്. മൈസൂർ ഏതൊക്കെയാണ്, ഹൈദരലിയുടെ കാലഘട്ടത്തിലാണ് മൈസൂർ എന്തായി മാറിയുന്ന ഒരു ഓട്ടോണമസ്, നമ്മുടെ ഒരു വലിയ ശക്തിയായിട്ട് മാറുകയും അത് ഇതിന്റെ സണ്ണായി ടിപ്പു സുൽത്താനൊക്കെ യുദ്ധത്തിൽ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ടിപ്പു സുൽത്താൻ തോട് ഹൈദരലി വാസ് നോൺ ജൂനിയർ ഓഫീസർ, കോമൺ പാരന്റേജ് ആൻഡ് മൈസൂർ ആർമി. ഇത് നല്ല പോലെ ഒരു മൈസൂർ ആർമി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ആ ടിപ്പു സുൽത്താൻ. ഗ്രാജുവലി റോസ് ടു ബ്രില്യന്റ് കമാൻഡർ, ഇദ്ദേഹം എങ്ങനെയായിരുന്നു, ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കമാൻഡർ ആയിരുന്നു ആര്, നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. ഇസ് മോസ്റ്റ് റിമാർക്കബിൾ അച്ചീവ്മെന്റ് ഓഫ് റിയലൈസേഷൻ ഓൺലി മോഡേൺ ആർമി പവർഫുൾ സ്റ്റേറ്റ്. ഇദ്ദേഹം കണക്കാക്കി നമുക്ക് എന്ത് വേണം, ഒരു നല്ല അച്ചീവ്മെന്റ് വേണമെങ്കിൽ അദ്ദേഹം തിരിച്ചറിയുകയുണ്ടായി, ഓൺലി എ മോഡേൺ ആർമി കുഡ് ബി ബേസിസ് ഓഫ് പവർഫുൾ സ്റ്റേറ്റ്. ഒരു പവർഫുൾ സ്റ്റേറ്റ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് കൃത്യമായി അവിടെ എന്തുണ്ടായിരിക്കണം, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആർമി ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, കോൺസിക്വന്റ്ലി ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രഞ്ച് എക്സ്പേർട്സ് ആൻഡ് ട്രെയിൻ ട്രൂപ്സ് ആൻഡ് വെസ്റ്റേൺ ലൈൻസ് സൂൺ ആഫ്റ്റർ ദിൻ overthrow the real power behind the Mysore throne minister നൻരാജ് 1761. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ, അതായത് നല്ലൊരു രാജ്യത്തില് നല്ലൊരു അച്ചീവ്മെന്റ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നാണ് പറഞ്ഞത് അദ്ദേഹം, നമുക്ക് വെപ്പൺസും ഒക്കെ ഒത്തിരി വേണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് എന്തുകൊണ്ട് മൈസൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്തായി മാറുന്നത്, ഉടലെടുത്ത് വരുന്നത്. മനസ്സിലായോ? ഹൈദരാബാദ് എന്ന് പറയുന്നതൊക്കെ ന്യൂ എൻഡേഴ്സ് ഗെയിം ആണ്, അവിടെ ഉണ്ടായിരുന്ന പുതിയ സ്റ്റേറ്റുകളാണ്. അപ്പൊ നമുക്കറിയാം ഹൈദർ അലിയുടെ നമ്മുടെ സണ്ണാണ് ആരെന്ന് പറയുന്നത്, ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ആണ് ഒരു ജൂനിയർ എഫിഷ്യന്റ് കമാൻഡർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈസ് എ മോസ്റ്റ് റിമാർക്കബിൾ അച്ചീവ്മെന്റ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ രാജ്യത്തിന് എന്ത് വേണം, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആർമി സൗകര്യങ്ങൾ വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. രജ്പുത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, രജ്പുത്ത് വാസ് ഡിഡ് നോട്ട് ബിഹൈൻഡ് കൺസോളിഡേറ്റിംഗ് പൊസിഷൻ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഡിസിന്റിഗ്രേഷൻ ഓഫ് ദ മുഗൾ എംപയർ, നോട്ട് വെയർ ലാർജ് ഇനഫ് content with the Marathas British rule, British of the position of paramount power. The method of slowly loosened to Delhi independent state of practice. ഈ രജ്പുത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, അപ്പൊ ഈ സമയത്ത് എന്തായി മാറുകയാണ്, സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് അല്ലെ. പവർ ഓഫ് കോർട്ട് ഓഫ് ഡൽഹി ഗെയിൻഡ് ഇന്ററാക്റ്റീവ് ആൻഡ് influential governorship and Mughal emperor. Rajput policy continued fractures on most Mughal period. All the state followed policy, constant expansion, observing weak neighbors whenever possible. അതായത് തൊട്ടടുത്തുള്ള നൈബേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു, വീക്കായി നടന്നപ്പോഴൊക്കെ ഇവിടെ എന്താ ടു പ്ലേസ് വിത്തിൻ ദ സ്റ്റേറ്റ് ഓഫ് ഫ്രാക്ഷൻ ഔട്ട്സൈഡ് ദം കണ്ടിന്യൂസ്ലി പ്ലേഡ് ഗെയിം ഓൺ ഓഫ് ദ മാൻഷിപ്പ് ഓഫ് ദ കോർട്ട് മുഗൾസ്. ദ മോസ്റ്റ് നോൺ രജ്പുത്ത് റൂളർ ജയ് സിംഗ് അംബേർ, റൂളർ ജയ്പൂർ ഫ്രം. മനസ്സിലായോ? ജയ് സിംഗ് എന്ന് പറയുന്ന റൂളേഴ്സ് ആണ് നമ്മുടെ രജ്പുത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതൊന്നും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ ഓവറോൾ ആയിട്ട് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. കേരള അറിയാമല്ലോ, കേരള 3 states ഓഫ് കൊച്ചിൻ, ട്രാവൻകൂർ ആൻഡ് കാലിക്കറ്റ്. കൊച്ചി, അതുപോലെ തന്നെ തിരുവനന്തപുരം, കോഴിക്കോട് എന്നിങ്ങനെ നടന്ന ഒരു സ്ഥലം ആയിരുന്നു പ്രസന്റ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. നമുക്കറിയാലോ അത് എപ്പോഴാണ് ഡിവൈഡ് ചെയ്തതൊക്കെ 1763. ബട്ട് ദ എക്സ്പാൻഷൻ ഓഫ് മൈസൂർ പ്രൂവ്ഡ് ഡിസൈഡിംഗ് സ്റ്റെബിലിറ്റി ഓഫ് കേരള. ഹൈദർ അലി ഇൻവൈറ്റഡ് കേരള ഇൻ 1766. മലബാർ ആൻഡ് ഡൽഹി. ട്രാവൻകൂർ ഇത് സൗത്ത് മോസ്റ്റേൺ സ്റ്റേറ്റ്. ട്രാവൻകൂർ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഒരു എന്താണ് മോസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു, പ്രൊമിനന്റ് ആണ്. ട്രാവൻകൂർ ഗെയിൻഡ് ഇമ്പോർട്ടന്റ് ആഫ്റ്റർ വെൻ ദ കിങ് മാർത്താണ്ഡ വർമ്മ എക്സ്പാൻഡ് ഹിസ് ഡൊമിനൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ട്രോങ്
മോഡേൺ ആർമി. നമുക്കറിയാലോ നമ്മുടെ കേരളവർമ്മ, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന വ്യക്തി വന്നതോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ എന്തുണ്ടായ കുറെ മാറ്റങ്ങൾ. ഡച്ചുകാരെ തോൽപ്പിക്കുകയും കുളച്ചൽ യുദ്ധത്തിൽ എന്ത് ചെയ്തു, തോൽപ്പിക്കുകയും പിന്നെ എന്താണ് രാജ്യത്തെ എന്ത് ചെയ്തു, വിസ്തൃതി കൂട്ടുകയും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കേരളത്തെ എന്ത് ചെയ്തു, വിസ്തൃതി കൂട്ടുകയും കേരളം എന്താണ് ധാരാളം ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു. അടിച്ചമർത്തപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്നെല്ലാം ഒരു മാറ്റം വരികയൊക്കെ ഉണ്ടായത് എപ്പോഴാണ്, മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഹിസ് വിഷൻ, അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകള് എങ്ങനെ എക്സ്പാൻഷൻ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേറ്റ് പ്രൊവിഷൻ മെയ്ഡ് ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. രാജ്യം അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ വരണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, വാട്ടർ വേണം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ വേണം നമ്മൾക്ക്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ ഇറിഗേഷൻ, ജലസേചന പദ്ധതികൾ, കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം ഉണ്ടായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് പിന്നെ എന്താണ്, ഹിസ് രാമവർമ്മ ഇസ് മാൻ ഓഫ് ഗ്രേറ്റ് ക്രിയേറ്റീവ് ലേണിംഗ് ഇൻക്ലൂഡിംഗ് നോളജ്. വിദ്യാഭ്യാസമായാലും അങ്ങനെയാണ് നമ്മൾ എന്താ ട്രിവാൻഡ്രം എന്തായി മാറുന്നത്, നമ്മൾ ക്യാപിറ്റൽ ആയി മാറുക. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തലസ്ഥാനം, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായി എന്ത് മാറുകയാണ്, ട്രിവാൻഡ്രം മാറുകയും ചെയ്തു. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമ്മുടെ കേരളത്തെ കുറിച്ച് ഓർത്താൽ മതി. കേരളത്തിൽ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ രാജ്യത്തെ എന്ത് ചെയ്തു, എക്സ്പാൻഷൻ ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ധാരാളം ഫെസിലിറ്റീസ്, അതായത് ഇറിഗേഷൻ ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരാനായി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വായിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓടിച്ചു പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഒരു സമ്മറി പോലെയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് എന്ന്. നമ്മൾ ആ ഒരു പാഠഭാഗത്തിൽ നമ്മൾ എങ്ങനെയാണ് വന്നത്, മുകൾ എങ്ങനെയാണ് തകർന്നത്, പിന്നെ എന്തുകൊണ്ട് റൈസ് ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. വലിയ പാഠമാണ്. എന്നാലും എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓവറോൾ ഒന്ന് നോക്കി നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലെ, നിങ്ങൾ പഠിക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലൊക്കെയാണ് ക്ലാസ് എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇഗ്നോ എന്ന് പറയുന്നത് നമുക്കറിയാം, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കൊരു ഡിഗ്രി കൈവശം ആക്കാം അല്ലെ. അല്ലാതെ നമ്മളിപ്പം കോളേജുകളിലൊക്കെ പോയി പഠിക്കാൻ സൗകര്യമില്ലാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട് ഇവിടെ. അത് ചിലപ്പോൾ വീട്ടമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇഗ്നോ എന്ന് പറയുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് വാല്യൂ ഉള്ള ഒരു ഡിഗ്രി നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നമുക്കൊരു ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇഗ്നോ ഈ ഡിഗ്രിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ എങ്ങനെ എടുക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ഫോർമാലിറ്റീസ് എന്നൊക്കെ അറിഞ്ഞാൽ ഇനി ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്, ഒരുപാട് വീട്ടമ്മമാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കോളേജ് വരുന്നത് നേറ്റിങ്കര റെഗുലാമിക് കോളേജ് ആണ്. അതുപോലെ തന്നെ റൂട്ടാണെങ്കിൽ കളിക്കാള പോകുന്ന റൂട്ടിൽ വാമപുത്ര ബിൽഡിങ്ങിന്റെ ടോപ്പിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. സംശയമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഫോണിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ അറിയാൻ താല്പര്യം നേരിട്ട് നിങ്ങൾക്ക് കോളേജിൽ എൻക്വയറി നടത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും കൊടുക്കുന്നുണ്ട്. വന്ന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോട്ടുകൾ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നോട്ട് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഈ ഒരു ഡിഗ്രിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സും അതുപോലെ തന്നെ മെസ്സേജസും ഒക്കെ നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ എടുത്തു തരും. പ്ലേലിസ്റ്റ് നോക്കുക. റെഗുലാമിക് കോളേജിന്റെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കൃത്യമായി അതിൻ്റെതായ ഒരു ഓർഡർ അനുസരിച്ച് തന്നെ ഓരോ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഒരു ടൈമിനുള്ളിൽ ആ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് സംശയമുണ്ട് കുട്ടികളാണെങ്കിലും അറിയിക്കുക. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. നിങ്ങൾ വലിയ കുട്ടികളാണ്, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും സംശയമുള്ള കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പറയുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും